പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നാടകം കളിച്ച CPMന്റെ വൃത്തികേട് ആരും മറന്നിട്ടില്ല. ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും വി.ഡി. സതീശനേക്കാൾ ഭേദം പിണറായി വിജയനായിരുന്നു എന്ന് പറഞ്ഞ സാധു സ്ത്രീയുടെ പ്രതികരണത്തിന് പിന്നിലെ കാരണം കണ്ടാണ് ആദ്യം ഞെട്ടിയത്. രത്നമ്മ എന്ന വൃദ്ധയായ സ്ത്രീയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്. തൊട്ടു പിന്നാലെ വീണ്ടും മാധ്യമങ്ങളെത്തിയപ്പോൾ ക്യാമ്പിലെത്തിയ വിജിൽമോൻ പറഞ്ഞിട്ടാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് രത്നമ്മ പറഞ്ഞതോടെ കള്ളി വെളിച്ചത്തായി. ആരാണ് ഈ വിജിൽമോൻ? കോഴഞ്ചേരി CPM ഏരിയ സെക്രട്ടറി. അപ്പോൾ പിന്നെ വെള്ളപ്പൊക്കവും ദുരിതാശ്വാസ ക്യാമ്പുകളും തങ്ങളുടെ രാഷ്ട്രീയ വൈരത്തിനായി CPM ഉപയോഗിക്കുന്നുവെന്നതിന് ഇതിലും വലിയ തെളിവ് ആവശ്യമില്ല. ഈ നാടകത്തിനെതിരെ പത്തനംതിട്ടയിലെത്തിയ വി.ഡി. സതീശൻ പ്രതികരിച്ചിരിക്കുകയാണ്. ക്യാമ്പുകളിൽ കുറവുകളില്ലെന്നും കുറവുകളുണ്ടെങ്കിൽ അറിയിച്ചാൽ ആ നിമിഷം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 133 ക്യാമ്പുകളിൽ 6000 ആളുകൾ താമസിക്കുന്നുണ്ട്. അതെല്ലാം പരിഹരിക്കും. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കരുതെന്നും ഒരെണ്ണം പൊളിഞ്ഞു വീണത് കണ്ടില്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഉന്നം വിജിൽമോൻ തന്നെയായിരുന്നു. കേരളത്തിൽ കനത്ത മഴക്കെടുതിയും പ്രളയവും സൃഷ്ടിച്ച ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നേരിട്ടെത്തിയാണ് വി.ഡി. സതീശൻ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ മൂഴിയാർ, കരിയാർക്കയം തുടങ്ങിയ ഡാമുകളിൽ രാത്രിയുടെ മറവിൽ വേണ്ടത്ര മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതാണ് പെട്ടെന്ന് വെള്ളപ്പൊക്കം രൂക്ഷമാകാൻ കാരണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഇത് സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് ആദ്യം കുറ്റപ്പെടുത്തിയത്. മുൻകൂട്ടി അറിയിപ്പ് ലഭിക്കാത്തതിനാൽ റാന്നി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വ്യാപാരികൾക്ക് കടകളിലെ സാധനങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സമയം ലഭിച്ചില്ലെന്നും ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആറന്മുള ഉൾപ്പെടെയുള്ള വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. ഇത് നേരിട്ട് അറിയിക്കണമെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ഇടനിലക്കാരുടെ സേവനം ആവശ്യമില്ലെന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനി നാണം കെട്ടണ്ട. അതല്ല, അത് ഇവിടെ മന്ത്രി മണിക്കൂറുകൾക്ക് ഇവിടെ ഒരു മന്ത്രി എത്തി, മനസ്സിലായില്ലേ? ഈ സംഭവം ഉണ്ടായി. നമ്മൾ പോകുന്നതല്ലല്ലോ, നമ്മൾ ചെല്ലുന്നത് അവിടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? എല്ലാ വെളുപ്പിന് 5 മണിക്ക് അറിഞ്ഞത് മുതൽ എല്ലാ മന്ത്രിമാരെയും ജില്ലയിൽ ബന്ധപ്പെട്ടു. അവരെല്ലാവരും ആ സ്ഥലത്തെത്തി. എല്ലാ MLA-മാരെയും ബന്ധപ്പെടുത്തി, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അഡീഷണൽ ആയിട്ടുള്ള പണം അനുവദിക്കുന്നതിനുള്ള ഉൾപ്പെടെയുള്ള ഏർപ്പാടുകൾ ഏർപ്പെടുത്തി. അതാണ്. പിന്നെ ഞാൻ CPM ജില്ലാ കമ്മിറ്റി പറയുന്ന അനുസരിച്ചുള്ള ഡേറ്റിലല്ലല്ലോ ഞാൻ പോകുന്നത്. എന്താണ്? അതെല്ലാം ക്ലിയർ ചെയ്ത കേസാണ്. ഇന്നലെ ക്ലിയർ ചെയ്ത. നിങ്ങളിപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഈ വിഷയത്തിന്. അതെല്ലാം ഇന്നലെ പത്രസമ്മേളനത്തിൽ ക്ലിയർ ചെയ്ത. പ്ലീസ്. Now we have reviewed the rehabilitation process and other measures in Pathanamthitta districts. There are more than 133 camps. The inhabitants are more than 6,000. The camps, all measures are taken by the government to provide the food, shelter, and toilets were arranged. And then now we are providing sufficient help when they are going back to their home. Also, we have made all arrangements. സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ആവശ്യമായ ബോട്ടുകളെല്ലാം ഉണ്ട്. എല്ലാ സ്ഥലത്തും ആവശ്യമായ 14 മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ നേരത്തെ തന്നെ കൊല്ലത്തുനിന്ന് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 14 എണ്ണം ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നുമായിട്ട് എല്ലാ സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം. ഏത് ക്യാമ്പിലാണ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംവിധാനങ്ങളാണ്. ക്യാമ്പുകളിൽ എല്ലാ സാധനങ്ങളും. രാവിലെ ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയല്ലേ? ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പരിഹരിക്കും. 133 ക്യാമ്പുകളും 6400 പേര് നിൽക്കുകയാണ്. അത് CPM-കാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും പരിഹരിക്കും. എല്ലാ നിങ്ങള് ഞാൻ പറഞ്ഞുതരാം.
കൈരളി ടി വി ഒന്നും ഈ ജനങ്ങൾ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഇറങ്ങണ്ട. അല്ല, ഒരു കുത്തിത്തിരിപ്പ് പുറത്തു വന്നല്ലോ. ഒരു പാവ സ്ത്രീയെ കൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതൊക്കെ പുറത്തു വന്ന് നാണം കെട്ട് നിൽക്കുക. ഇനി നാണം കെട്ടണ്ട. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മന്ത്രിയും MLA-മാരും ആ പരാതി പറഞ്ഞു. പല വീടുകളിൽ നിന്നും നമ്മൾ ഇവാക്യുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ പോരുന്നില്ല. അവർ ചില വീട്ടിലൊക്കെ രണ്ടാമത്തെ നിലയിലൊക്കെ നിൽക്കുകയാണ്. അത് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി അവരെ രക്ഷപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ആ അപേക്ഷ പരിഗണിച്ച് ഈ ഇവാക്യുവേഷൻ നടത്തുന്ന ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന സ്ഥലത്ത് അതുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം എന്ന് ഞാൻ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളൊക്കെ ക്യാമ്പ് നടത്തി പരിചയമുള്ളവരാണ്. ചിലർ വരില്ല, ചിലർ ഇല്ല ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ഭയങ്കര റിസ്ക്കാണ്. പോകുന്ന ആളുകൾക്ക് കൂടി, രക്ഷാപ്രവർത്തകർക്ക് കൂടി റിസ്ക് ആവും. അതുകൊണ്ട് പൂർണ്ണമായി എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.